Thank you, Jesus. Hallelujah. 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 Praise Lord. Praise Lord. Praise Lord. Hallelujah. Praise Lord. Praise Lord. Praise Lord. Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. Praise Lord. Praise Lord. Praise Lord. Hallelujah. Praise Lord. Praise Lord. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി പ്രേ ഗ്രൂപ്പ് എന്ന ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ ഇടയാക്കിയനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഓ ദിടഗമന വൈഡമന രഗ ദുരിക ബിരിവൗഷാരഗനെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. 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 പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന പ്രിയ സിസ്റ്റർ റോസ്ലിൻ സുരേഷ് ഈ റോഡ് അവർക്കും മറ്റ് അഡ്മിന്മാർ എല്ലാവർക്കും വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise Lord, praise Lord, hallelujah, thank you Jesus, hallelujah. Oh, raga duramana, vaidamana, raga duribiri vosha, raga diragamana, vaidamana, hallelujah, hallelujah. Oh, nannira chave, nannira chave, nannira chave, hallelujah, hallelujah, hallelujah. പ്രൈസ് ലോർഡ്. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വചനം വായിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 20. അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. അവിടെ കൊറ്റിന് മുട്ടുവരാതെ നിന്റെ മന്നയെയും അവിടെ ദാഹത്തിന് വെള്ളത്തെയും കൊടുത്തു. ഹല്ലേലൂയ. അതേ നെഹമ്യാവിന്റെ പുസ്തകത്തിനുള്ള ഒരു വചനമാണ് നാം വായിക്കാൻ തൊക്കെ ഇടയായിത്തീർന്നത്. അതേ 13 അധ്യായങ്ങളും 406 വാക്യങ്ങളും അടങ്ങിയ വേദപുസ്തകത്തിലെ 16-ാമത്തെ പുസ്തകമാണ് അത് നെഹമ്യാവെന്ന പുസ്തകം. നമുക്കറിയാം ഇസ്രായേൽ മക്കള് അതേസമയം ഉപവസിച്ച് അനുദപിക്കുന്ന ഒരു അധ്യായമാണ് നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം എന്ന് പറയുന്നത്. നമുക്കറിയാം ലേവ്യരും ഇസ്രായേൽ മക്കളെ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ വാഴ്ത്തുന്ന ഒരു ഭാഗമാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് അവിടെ കാണുവാൻ 9:4 മുതൽ വായിച്ചു വരുമ്പോൾ അവിടെ കാണുന്നുണ്ട് യഹോവയായ ദൈവത്തിന്റെ സൃഷ്ടിപ്പ് മുതൽ താൻ അങ്ങോട്ട് ഹരിസൂത്രം അവിടെ കാണുവാൻ സാധിക്കുന്നത്. അതേ സൂത്രം ഈ 6 മുതൽ വായിച്ചു വരുമ്പോൾ യഹോവയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും അബ്രഹാമിന് ദൈവം തിരഞ്ഞെടുത്തതും അതേ അബ്രഹാമിൽ കൂടി ഇസ്രായേൽ ജനം ഉളവായതും ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയും അവരുടെ പീഡയും തുടർന്നുള്ള സൂത്രം അതേ തങ്ങൾ ഹല്ലേലൂയ ദൈവത്തോട് അനുദപിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് അത് നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം. അവിടെ സൂത്രം തന്റെ തെറ്റുകളെ അല്ലെ തന്റെ പാപങ്ങളെ ഏറ്റുപറയുന്ന ലേവ്യരെ കുറിച്ച് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിലൊരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. എന്റെ വിഷയം ഇതാണ്. ദേശം നല്ല ആത്മാവിനെ കൊടുക്കുന്ന അല്ലെങ്കിൽ നല്ല ആത്മാവിനെ നമ്മുടെ മേൽ പകരുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവരെ ഉപദേശിക്കേണ്ടതിന് ദൈവം തന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. ആർക്കാ കൊടുത്തത് നമുക്ക് അത് ചിന്തിക്കുമ്പോൾ അതേ സൂത്രം കാണുവാൻ സാധിക്കുന്നുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 63:11 താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അവിടെ ഇപ്രകാരം കാണുന്നുണ്ട്. അപ്പോൾ അവന്റെ ജനം മോശയുടെ കാലമായ പുരാതന കാലം ഓർത്ത് പറഞ്ഞത്. അവിടെ ഇപ്രകാരം 2 ചോദ്യങ്ങൾ കാണുന്നുണ്ട്. അവിടെ ഇപ്രകാരമാണ്: അവരെ തന്റെ ആടുകളുടെ ഇടയനോടുകൂടെ സമുദ്രത്തിന് കരേറുമാറാക്കിയവൻ എവിടെ? ഹല്ലേലൂയ. 1-ാമത്തെ ചോദ്യം അതാണ്. ഹല്ലേലൂയ. 1-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്: അവരെ തന്റെ ആടുകളുടെ ഇടയനോട് കൂടെ സമുദ്രത്തിൽ നിന്ന് കരേറുമാറാക്കിയവൻ എവിടെ? അടുത്ത 2-ാമത്തെ ചോദ്യം: അവരുടെ ഉള്ളിൽ തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? ഹല്ലേലൂയ. അത് ഇസ്രായേൽ മക്കളെ കുറിച്ച് ഇവിടെ പറയുന്ന കാര്യമാണ്. ഇസ്രായേൽ മക്കളുടെ അതേ ഉള്ളിലാണ് പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുത്തതാ. യഹോവയായ ദൈവം കൊടുത്തതാണ്. എവിടെ വെച്ചാ കൊടുത്തത്? അതേ നമുക്കറിയാം ഇസ്രായേൽ മക്കള് അതേ മോശയോട് ഇറച്ചിക്ക് വേണ്ടി നിലവിളിച്ച് കരയുവാനായിട്ട് തുടങ്ങി. ആ സമയത്ത് അതേ മോശ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്രകാരമുണ്ട്. അതേ നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം
അതിന്റെ 13 മുതൽ വായിച്ചു വരുമ്പോൾ അവിടെ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്ന ഇപ്രകാരമാണ്. നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്, ഈ ജനത്തിനൊക്കെ കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? അവർ ഇതാ ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി തരിക എന്ന് എന്നോട് പറഞ്ഞ് കരയുന്നു. അടുത്ത മോശ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരം, ഈ സർവ്വജനത്തെ വഹിപ്പാൻ എന്നെ കൊണ്ട് കഴിയുന്നതല്ല, അതെനിക്ക് അതിഭാരമാകുന്നു. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം കൊന്നു കളയണമേ. ഹല്ലേലൂയ. അടുത്ത് പറയുക, എന്റെ അരിഷ്ടത ഞാൻ കാണരുതേ എന്ന്. ഹല്ലേലൂയ. നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. അത് വീണ്ടും വായിച്ചു വരുമ്പോൾ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്, അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന് പ്രമാണികളും മേൽവിചാരകന്മാരും എന്ന് നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനകത്ത് അരികെ നിന്നോട് കൂടെ നിൽക്കേണ്ടതിന് എന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരിക. അടുത്ത് പറയുന്നു, അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും. അടുത്ത് പറയുന്നു, ഞാൻ നിന്റെ മേലുള്ള ആത്മാവിൽ കുറയെടുത്ത് അവരുടെ മേൽ പകരും, നീ ഏകനായി വഹിക്കാതിരിക്കേണ്ടതിന്. അടുത്ത് പറയാം, അവർ നിന്നോടുകൂടെ ജനത്തിന്റെ ഭാരം വഹിക്കപ്പെടും. അതേ മോശയോട് യഹോവയായ ദൈവം പറയുകയാണ്. എന്നാൽ വീണ്ടും വായിച്ചു വരുമ്പോൾ അതേ മോശ യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അതേ 11-ന്റെ തന്നെ 24-25 വായിക്കുമ്പോൾ അവിടെ പ്രകാരം പറയുന്നു, അങ്ങനെ മോശ ചെന്ന് യഹോവയുടെ വചനങ്ങളെ ജനത്തോട് പറഞ്ഞു. ജനത്തിന്റെ മൂപ്പന്മാരെ 70 പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിന്റെ ചുറ്റിലും നിർത്തി. അടുത്ത വായിക്കുന്ന ഇപ്രകാരമാണ്, എന്നാറെ യഹോവ ഒരു മേഘത്തിലിറങ്ങി അവനോട് അരുളി ചെയ്തു, അവന്മേലുള്ള ആത്മാവിൽ കുറയെടുത്ത മൂപ്പന്മാരായ ആ 70 പുരുഷന്മാർക്ക് കൊടുത്തു. ആത്മാവ് അവിടെ മേൽ ആവസിച്ചപ്പോൾ അവർ പ്രവചിച്ചു. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ അതേ സ്വരം, യഹോവയിൽ നിന്നുള്ള നല്ല ആത്മാവ് നിന്റെ മേൽ വന്നാൽ നീ പ്രവചിക്കും. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായും യഹോവയുടെ നല്ല ആത്മാവ് നിന്റെ മേൽ വന്നാൽ നീ പ്രവചിക്കും. ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ഈ അധ്യായം തന്നെ 11-ന്റെ 26-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, അതേ സോദരൻ, അവിടെ അതേ പേര് ഈ ലിസ്റ്റില്, അതേ ഈ സോദരൻ ഈ പ്രമാണിമാരുടെ ലിസ്റ്റില് പേരുണ്ടായിരുന്ന 2 പേർ അതേ സോദരൻ ഈ കൂടാരത്തിൽ വരാതെ അവർ അതേ പാളയത്തിന് പുറത്ത് നിൽക്കുകയായിരുന്നു. അത് വേറെ ആരുമല്ല, എൽദാദെന്ന് മേദാദെന്ന് പേരുള്ള 2 പേർ അതേ പാളയത്തിന് പുറത്ത് നിൽക്കുകയായിരുന്നു. എന്നാൽ പേരിൽ സോദരൻ പേര് അതേ അവരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവർ കൂടാരത്തിൽ വന്നില്ല. അവർ പാളയത്തിന്റെ പുറത്തായിരുന്നു എങ്കിലും അതേ സോദരൻ യഹോവയുടെ കൽപ്പനയാകിയാൽ അവർ പാളയത്തിൽ വെച്ച് പ്രവചിക്കുവാൻ നിൽക്കുന്ന ഇടയായിത്തീരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ അവിടെ വായിച്ച 11-ന്റെ 26 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, എന്നാൽ ആ പുരുഷന്മാരിൽ 2 പേർ പാളയത്തിൽ തന്നെ താമസിച്ചിരുന്നു. ഒരുത്തന് എൽദാദെന്നും മറ്റവന് മേദാദെന്നും പേർ. ആത്മാവ് അവിടെ മേൽ ആവസിച്ചു. അവരും പേരെഴുതിയവരിൽ ഉള്ളവരായിരുന്നു എങ്കിലും കൂടാരത്തിൽ ചെന്നിരുന്നില്ല. അവർ പാളയത്തിൽ വെച്ച് പ്രവചിച്ചു. ഹല്ലേലൂയ. അതേ കുഞ്ഞെ, യഹോവയുടെ കൽപ്പനയാണിത്. അതായത് നീ ഒരു പ്രവാചക ലിസ്റ്റിലുണ്ടെങ്കിൽ നിശ്ചയമായി നീ പ്രവചിച്ചിരിക്കും. ഹല്ലേലൂയ. യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ വന്നാൽ നീ പ്രവചിച്ചിരിക്കും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായും അവിടെ നോക്കിക്കേ, ഈ 2 പേർ സമാഗമന കൂടാരത്തിൽ വരാതെ പാളയത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ പാളയത്തിൽ വെച്ച് തന്നെ അവർ വന്നില്ല എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അവിടെ മേൽ ആവസിച്ചിട്ട് അവർ പ്രവചിക്കുവാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. അതേ കുഞ്ഞെ, നിന്റെ മേൽ ഒരു നല്ല ആത്മാവിന് ദൈവം പകരുന്നാൽ നിശ്ചയമായി നീ പ്രവചിക്കും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. വിഭാരമനക ഷൈഡമന അതരഗമന വൈഡമന രഗാദുരമന വൈഡമന. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അതേ കുഞ്ഞെ, നിശ്ചയമായും അതേ വീണ്ടും കാണുവാൻ സാധിക്കുന്നുണ്ട്. നല്ല ആത്മാവിനെ കുറിച്ച് സംഗീതക്കാരനായി ദാവീദ് അതേ സംഗീതത്തിന്റെ പുസ്തകം 143-ന്റെ 10 പ്രകാരം പറയുന്നുണ്ട്. അവിടെ ഒരു പ്രാർത്ഥന കാണുവാൻ സാധിക്കുന്നു. ഇപ്രകാരമാണ്, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. അടുത്ത് പറയാ, നീ എന്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ഹല്ലേലൂയ. യഹോവയുടെ ആത്മാവ് നമ്മുടെ മേൽ വന്നാൽ ഹല്ലേലൂയ, അത് നിശ്ചയമായി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നേർനിലത്തിൽ എന്ന് വെച്ചാൽ സത്യമുള്ള പാതയിൽ, നീതിയുള്ള പാതയിൽ ഹല്ലേലൂയ നിശ്ചയമായി നമ്മെ നടത്തും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്.
ഓ റമാനക ദുരാമന വൈഡമന ഹല്ലേലൂയ. ഒന്ന് നാം ചിന്തിച്ചു, യഹോവയുടെ നല്ല ആത്മാവ് നമ്മുടെ മേൽ വന്നാൽ, ഹല്ലേലൂയ, യഹോവയുടെ നല്ല ആത്മാവ് നമ്മുടെ മേൽ പകരപ്പെട്ടാൽ നാം മറ്റുള്ളവരെ ഉപദേശിക്കാം. ഹല്ലേലൂയ. അവിടെ വായിച്ച കുറിവാക്കി ഇപ്രകാരമാണ്, എന്താ അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. ഹല്ലേലൂയ. അതേ ദൈവത്തിന്റെ ആത്മാവ്, അതേ നല്ല ആത്മാവ് നമ്മുടെ മേൽ വന്നാൽ അതേ നാം മറ്റുള്ളവരെ ദൈവിക കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഉപദേശിക്കുമെന്നൊക്കെ ഇടയായിത്തരും. രണ്ട്, നാം പ്രവചിക്കാം. വീണ്ടും നാം വായിച്ചു വരുമ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകം 10:6 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതേ ശൗലിനോട് ശമൂവേൽ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഇപ്രകാരമാണ്. ഹല്ലേലൂയ. അതേ നമുക്ക് വായിക്കാം 1 ശമൂവേൽ 10:6. അവിടെ വായിക്കുന്നു, യഹോവയുടെ ആത്മാവ് ശക്തിയോട് നിന്റെ മേൽ വന്നിട്ട് നീ അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. ഹല്ലേലൂയ. യഹോവയുടെ ആത്മാവ്, അതേ യഹോവയുടെ നല്ല ആത്മാവ് നമ്മുടെ മേൽ വന്നാൽ, ഹല്ലേലൂയ, യഹോവയുടെ നല്ല ആത്മാവ് നമ്മുടെ മേൽ പകരപ്പെട്ടാൽ നാം മറ്റുള്ളവരെ ഉപദേശിക്കും. ഹല്ലേലൂയ. 2, നാം പ്രവചിക്കും. 3, അതേ സുഖം നാം ആൾ മാറിയവനെ പോലെ ആയിത്തീരും. നാം ആൾ മാറിയവളെ പോലെ ആയിത്തീരും. 4, നേർ നിലത്ത് നടക്കും. ഹല്ലേലൂയ. അതേ കുഞ്ഞെ, നിശ്ചയമായും നല്ല ആത്മാവിനെ ദൈവം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. റിബാറമനക ഷൈഡമന അതരഗമന വൈഡമന റഗ ദുരാമന വൈഡമനെ ദുരഗമന വൈഡമന. നാം ചിരിച്ചു, അതേ ദൈവം നമ്മുടെ മേൽ നല്ല ആത്മാവിനെ പകർന്നാൽ, നല്ല ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നാൽ എന്താ സംഭവിക്കുന്നത്? 4 കാര്യങ്ങളാണ്. 1, നല്ല ആത്മ നമ്മുടെ മേൽ പകർന്നാൽ നാം മറ്റുള്ളവരെ ഉപദേശിക്കും. 2, പ്രവചിക്കും. 3, ആൾ മാറിയവനെ പോലെ ആയിത്തീരും. 4, നേർ നിലത്ത് നടക്കും. റിവ റമനക ഷൈഡമന അതരഗമന വൈഡമന. ഹല്ലേലൂയ. നമുക്കറിയാം, അതെ നല്ലതുണ്ടെങ്കിൽ അതിന് കെട്ടതുമുണ്ട്. ഹല്ലേലൂയ. അതേ സുഹൃം നല്ല നോട്ടുണ്ടല്ലോ, അതുപോലെ സുഹൃം അതേ കള്ള നോട്ടുമുണ്ട്. ഹല്ലേലൂയ. അതേ സുഹൃം നിശ്ചയമായി. ഹല്ലേലൂയ. അത് എവിടെ ഗുഡ് ഉണ്ടോ അവിടെ ബാഡും ഉണ്ട്. ഹല്ലേലൂയ. എവിടെ ദൈവമുണ്ടോ അവിടെ സാത്താനുമുണ്ട്. അതേ പ്രിയ ദൈവത്തിലെ ഗുഡ് സ്പിരിറ്റുമുണ്ട്, അതേ ഈവിൾ സ്പിരിറ്റുമുണ്ട്. ഹല്ലേലൂയ. അതേ നാം ചിന്തിച്ചത് നല്ല ആത്മാവാണെങ്കിൽ അതേ സുഹൃം യഹോവയുടെ പക്കല് ദുരാത്മാവുമുണ്ട് കേട്ടോ. അതേ ദൈവത്തിന്റെ പക്കൽ ദുരാത്മാവുമുണ്ട്. ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 1 ശമൂവേലിന്റെ പുസ്തകം അതേ 18:10 വാക്യം വായിച്ചു വരുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, പിറ്റന്നാൾ അതേ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. ഹല്ലേലൂയ. അവിടെ നോക്കിയ പറയുന്നത് ഇവിടെ നിന്നാ വന്നത്, ദൈവത്തിന്റെ പക്കൽ നിന്നാ വന്നത്. അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്, പിറ്റന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നമുക്കറിയാം, ആ ഭാഗം വായിച്ചു വരുമ്പോൾ ഇസ്രായേലിയ സ്ത്രീകൾ അതേ ദാവീദിനെ കണ്ടിട്ട് ഇപ്രകാരം പാടി, അതേ ശൗല് 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് അതേ പാടുമ്പോൾ ഇത് കേട്ടിട്ട്, ഈ വാക്ക് കേട്ടിട്ട് ശൗലിന് അതേ കോപം വന്നു. കോപിച്ചു. എന്നിട്ട് അടുത്ത് പറയുന്നു, ഈ വാക്ക് അവന് അനിഷ്ടമായി. അടുത്ത് പറയുന്നു, അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ, ഇനി രാജ്യത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു. അന്ന് മുതൽ ശൗലിന് അതേ അവിടെ വായിക്കുന്നു, ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. കണ്ണുകടി എന്ന വാക്കിന്റെ അർത്ഥം അസൂയ. ഹല്ലേലൂയ. അതേ അസൂയ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ അവിടെ വായിക്കുന്നു, പിറ്റന്നാൾ. ഹല്ലേലൂയ. കൂടുതൽ ദിവസം പോയില്ല, അതേ ശൗലിന് ദാവീദിനോട് കണ്ണുകടി അസൂയ തുടങ്ങിയതിന്റെ പിറ്റന്നാൾ തന്നെ അതേ അവിടെ വായിക്കുന്നു, ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ മറ്റുള്ള ഉയർച്ചയില, മറ്റുള്ളവരുടെ നന്മയില് അതേ നമുക്ക് അസൂയ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് അത്രേ. ഹല്ലേലൂയ. നമുക്കറിയാം, അതേ നിശ്ചയമായും അതേ പ്രിയ ജഡത്തിന്റെ പ്രവർത്തികളിൽ ഒന്നാണ് അസൂയ. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിന്റെ അഭിഷിക്തനായ അതേ നമുക്കറിയാം, ദാവീദിന്റെ മേൽ അഭിഷേകം വീണപ്പോൾ അതേ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ശൗലിന്റെ മേൽ വീണ്ടും കാണുവാൻ സാധിക്കുന്നു, ദുരാത്മാവ് ബാധിച്ചു. ഹല്ലേലൂയ. അതേ സോദരം പ്രിയ ദൈവക്കളെ അവിടെ വായിക്കുമ്പോൾ ശൗലിന്റെ മേൽ ദുരാത്മാവ് വന്നു, ബാധിച്ചു എന്നൊക്കെ 3 പ്രാവശ്യം പറയുന്നുണ്ടോ. അത് 1 ശമൂവേലിന്റെ പുസ്തകം തന്നെ 16:14, അതുപോലെ 1 ശമൂവേൽ 18:10, അതുപോലെ 1 ശമൂവേൽ 19:6, ഇങ്ങനെ 3 പ്രാവശ്യം പറയുക. അതേ സോദരം എന്താണ്? ശൗലിന് ദാവീദിനോട് എന്ത് തുടങ്ങി? അതേ കണ്ണുകിടി തുടങ്ങി, അസൂയ തുടങ്ങിയപ്പോൾ അതേ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള അതേ അശുദ്ധാത്മ
ആത്മാവ് അല്ലെങ്കിൽ ദുരാത്മാവ് അതേ സ്വത്രം ഈ ശൗലിന്റെ മേൽ വരുവാന്നൊക്കെ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അത് നമുക്കറിയാം. 3 പ്രാവശ്യം വന്നപ്പോൾ സംഭവിച്ച കാര്യം എന്താണ്? അത് നമുക്കറിയാം. 1-ാം പ്രാവശ്യം ദുരാത്മാവ് ബാധിച്ചപ്പോൾ അതേ സ്വതന്ത്ര ഭൃത്യന്മാർ പറഞ്ഞു നമുക്ക് വീണക്കാരനെ അന്വേഷിക്കാമെന്ന്. അതേ അവർ വീണ മീട്ടുമ്പോൾ ഈ ദുരാത്മാവ് നിന്നെ വിട്ട് മാറുമെന്ന് പറഞ്ഞ് വീണ വായിക്കുന്ന വ്യക്തി അന്വേഷിക്കുക. 2-ാം പ്രാവശ്യം ദുരാത്മാവ് ബാധിച്ചപ്പോൾ അതേ ശൗല് ഉറഞ്ഞു പറയുക എന്ന് വെച്ചാൽ ഒരു പ്രാന്തനെ പോലെ പുലമ്പുകയാണ്. ഹല്ലേലൂയ. അതേ 3-ാം പ്രാവശ്യം ദുരാത്മാവ് ബാധിച്ചപ്പോൾ ഹല്ലേലൂയ അഭിഷിക്തനായ ദാവീദിനെ അതേ കുന്തം കൊണ്ട് കൊല്ലുവാൻ അതേ താൻ പദ്ധതിയിടുക. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായി ഹല്ലേലൂയ അവിടെ വായിച്ചത് അതേ നാം വായിച്ചത് നമ്മുടെ മേല് അതേ നല്ല ആത്മാവാണോ അല്ലെങ്കിൽ ഈവിൾ സ്പിരിറ്റ് ആണോ എന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. നമുക്കറിയാം ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെ വായിക്കുമ്പോൾ അവിടെ ജഡത്തിന്റെ പ്രവൃത്തികളെ കാണുവാൻ സാധിക്കുന്നു. അതിൽ 15 വിധമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. 1 ദുർനടപ്പ്, 2 അശുദ്ധി, 3 ദുഷ്കർമ്മം, 4 വിഗ്രഹാരാധന, 5 ആഭിചാരം, 6 പക, 7 പിണക്കം, 8 ജാരശങ്ക, 9 ക്രോധം, 10 ശാഠ്യം, 11 ദ്വന്ദ്വവർഷം, 12 ഭിന്നത, 13 അസൂയ, 14 മദ്യപാനം, 15 വെറിക്കൂത്ത്. ഹല്ലേലൂയ. അതേ 15 വിധമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് അസൂയ അല്ലെങ്കിൽ കണ്ണുകടി. ഹല്ലേലൂയ. അതേ നോക്കിക്കേ, അതേ ശൗലിന് എന്ന് ദാവീദിന്മേൽ കണ്ണുകടി തുടങ്ങിയോ അത് അന്ന് മുതൽ അതേ പിറ്റന്നാൾ തന്നെ കാണുവാൻ സാധിക്കും. ദുരാത്മാവ് എവിടെ നിന്നാ വന്നത്? ദൈവത്തിന്റെ പക്കൽ നിന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ അതെ യഹോവയുടെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായും അതേ നമ്മുടെ മേൽ ഹല്ലേലൂയ ജഡത്തിന്റെ പ്രവൃത്തികൾ ഏതെങ്കിലും ഒന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാം. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായും അത് നാം പറയാറുണ്ട്. ഹല്ലേലൂയ ഇതൊന്നും എൻ്റെ ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പെർഫെക്റ്റ് ആണ്. ഹല്ലേലൂയ. എന്നാൽ പ്രിയ ദൈവത്തിലെ നാം ആരും പെർഫെക്റ്റ് അല്ല കേട്ടോ. നാം ആരും തികഞ്ഞവരല്ല. ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നമ്മുടെ ചുറ്റിലുണ്ടാകാം. നാം മനുഷ്യരാണ്. കോപം ചിലപ്പോൾ നമുക്കുണ്ടാകാം. അതേ ക്രോധം നമുക്കുണ്ടാകാം. അതേ സ്തോത്രം മറ്റുള്ളവരുടെ പിണക്കം നമുക്കുണ്ടാകാം. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. അതേ പ്രിയ ദൈവത്തിലെ ഹല്ലേലൂയ എന്നോടും കൂടി തന്നെ ആ വചനം ശുശ്രൂഷിക്കുന്നത്. നമുക്കറിയാം വചനം ഇരുവായ്ത്തിലുള്ള വാളാണ്. അതേ സ്വരം വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ വചനം എന്നോടും കൂടിയാ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അതേ നാം പറയാറുണ്ട് ഹല്ലേലൂയ ഞാൻ ആഭിചാരം ചെയ്യാറില്ല. അതേ ആഭിചാരം ഞാൻ ചെയ്യാറില്ല. എന്നാൽ നമുക്കറിയാം 1 ശമൂവേലിന്റെ പുസ്തകം തന്നെ 15:23 പറയുന്നുണ്ട് മത്സരം ആഭിചാര ദോഷം പോലെ മത്സരം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതേ എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ആഭിചാരത്തിന് തുല്യമത്രേ. വീണ്ടും പറയുന്നുണ്ട് ശാഠ്യമുണ്ടെങ്കിൽ അതേ ആ ഭാഗം തന്നെ പറയുന്നുണ്ട് മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയെന്ന്. അതേ പ്രിയ ദൈവത്തിലെ ജഡത്തിന്റെ പ്രവൃത്തികളിൽ ഈ 15 ഏതെങ്കിലും ഒന്നെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാം. പ്രിയരെ ഹല്ലേലൂയ നിശ്ചയമായി നാം ആരും പെർഫെക്റ്റ് അല്ല. ഹല്ലേലൂയ നാം ഇതിലേതെങ്കിലും ഒന്ന് ചിലപ്പോൾ കോപമായിരിക്കാം, അല്ലെ ക്രോധമായിരിക്കാം, അല്ലെങ്കിൽ ശാഠ്യമായിരിക്കാം, അല്ലെങ്കിൽ അസൂയായിരിക്കാം, അതെ അല്ലെങ്കിൽ ദ്വന്ദ്വപക്ഷമായിരിക്കാം, പിണക്കമായിരിക്കാം. ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായി ഈ 15 കാര്യാദികളിൽ ഏതെങ്കിലും ഒന്ന് നമ്മിലുണ്ടെങ്കിൽ നമ്മിൽ വസിക്കുന്നത് അതേ ദുരാത്മാവത്രേ. അതേ പ്രിയ ദൈവത്തിലെ നമുക്ക് നമ്മെ ശോധന ചെയ്യാം. ദൈവമേ എന്നിലുള്ളത് എന്താണ്? എന്ത് കുറവാ? എന്ത് ജഡത്തിന്റെ പ്രവൃത്തിയാ എന്നിലുള്ളത്? ഹല്ലേലൂയ. അതെ ഞാനും ശോധന ചെയ്തിട്ടാ അതേ ഈ വചനം ശുശ്രൂഷിക്കുന്നത്. ഹല്ലേലൂയ ഞാനും ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചിട്ടാ വചനം ശുശ്രൂഷിക്കുന്നത്. അതേ പ്രിയ ദൈവത്തിലെ ഞാനും പെർഫെക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല. എന്നിലും കുറവുകളുണ്ട്. ഹല്ലേലൂയ. അതേ ഈ വചനം ശുശ്രൂഷിക്കുന്ന എന്നിലും കുറവുകളുണ്ട്. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായി അതേ ക്രമീകരിക്കേണ്ടത് നമുക്കൊന്ന് ക്രമീകരിക്കാം. അതേ സൂത്രം എന്നില് അതേ ക്രോധമുണ്ടെങ്കിൽ, ശാഠ്യമുണ്ടെങ്കിൽ, ഹല്ലേലൂയ പകയുണ്ടെങ്കിൽ, പിണക്കമുണ്ടെങ്കിൽ, ഹല്ലേലൂയ അതൊക്കെ മാറ്റി അതേ ആത്മാവിന്റെ ഫലം നമ്മിൽ നിന്ന് പുറപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ.
നമുക്കറിയാം ആത്മാവിന്റെ ഫലം, അതേ സ്വത്രം അവിടെ വായിക്കുന്നത് ഫലങ്ങൾ എന്നല്ല, ആത്മാവിന്റെ ഫലമോ സ്നേഹം. ആത്മന്റെ ഫലം ഒന്നേ ഉള്ളൂ, സ്നേഹം. സ്നേഹത്തിൽ നിന്ന് മറ്റ് 8 വിധമായ കാര്യങ്ങൾ കടന്നു വരുന്നത്. അത് നമുക്കറിയാം, സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, പരോപകാരം, അതേ സൗമ്യത, ഇന്ദ്രജയം, അതേ വിശ്വസ്തത, ഇത് തുടങ്ങി 9 വിധമായ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതേ നമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ ബാക്കി 8 കാര്യങ്ങൾ നമ്മിലൂടെ അതേ കടന്നു വരും. ഹല്ലേലൂയ. അതേ സ്നേഹത്തിൽ നിന്നാണ് അതേ സ്വത്രം നിശ്ചയമായി സമാധാനം വരുന്നത്, അതെ സന്തോഷം വരുന്നത്. ഹല്ലേലൂയ. അതേ 3 കാര്യം നാം ചിന്തിച്ചു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, അതേ സമാധാനം. ഇത് 3 ദൈവത്തിൽ നിന്ന് വരുന്നതാ കേട്ടോ. ഹല്ലേലൂയ. അടുത്തത് ദയ, പരോപകാരം. അതേ സ്വത്രം അടുത്തത് അതേ ദയ, പരോപകാരം. ഇതൊക്കെ 3 വിധമായ കാര്യങ്ങളുണ്ട്. ഇത് നാം അതേ മനുഷ്യർ കാണിക്കേണ്ടതാണ്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ അതേ ദീർഘക്ഷമ. യെസ്, ഹല്ലേലൂയ. ദയ, പരോപകാരം, ദീർഘക്ഷമ, ഇത് നാം മറ്റുള്ള മനുഷ്യരോട് കാണിക്കേണ്ടതാണ്. പിന്നെ നാം മൂന്നാമത്തെ കാര്യങ്ങൾ അതേ സൗമ്യത, വിശ്വസ്തത, ഇന്ദ്രിയജയം. നാം സ്വത്രം നിശ്ചയമായും അതേ സ്വത്രം നാം അതേ നമ്മിൽ ഉണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങളാണ്. അതേ മൂന്നാമത്തെ കാര്യം. 3 കാര്യങ്ങൾ ഏതൊക്കെയാ? വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. യെസ്, അതെ ജഡത്തിന്റെ പ്രവൃത്തികളെ മാറ്റിവെച്ചിട്ടോ അതേ സ്വത്രം ക്രമീകരിക്കപ്പെട്ടിട്ട് ആത്മാവിന്റെ ഫലം നമ്മിൽ നിന്ന് പുറപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവം, എന്നെ കേൾക്കുന്ന അതേ പ്രിയ മിത്രമേ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, കുഞ്ഞെ ദേവദാസിയെ നമ്മെ തന്നെ ക്രമീകരിച്ചാൽ, ഹല്ലേലൂയ. ചിലപ്പോ ഇന്ന് വലിയ ദൂതൊന്നും കേൾക്കുവാൻ ചിലപ്പോൾ താങ്കൾക്ക് കഴിഞ്ഞില്ലായിരിക്കാം. എന്നാൽ അത് ദൈവാത്മാവ് ഈ കാലഘട്ടത്തിൽ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വചനമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതേ ക്രമീകരിച്ചാൽ, അത് ജഡത്തിന്റെ പ്രവൃത്തിയിൽ ഏതെങ്കിലും നമ്മിലുണ്ടെങ്കിൽ നമ്മെ തന്നെ ക്രമീകരിച്ചാൽ നിശ്ചയമായും നമ്മുടെ നല്ല ആത്മാവിനെ പകരുന്ന അത് നിശ്ചയമായി തരുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. നാം ചിന്തിച്ചു, നല്ല ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നാൽ സംഭവിക്കുന്ന 4 കാര്യങ്ങളെ ചിന്തിച്ചു. എന്താ? 1, നാം മറ്റുള്ളവരോട് ദൈവിക കാര്യങ്ങൾ ഉപദേശിക്കും. ഹല്ലേലൂയ. 2, പ്രവചിക്കും. 3, ആൾ മാറിയവനെ പോലെ അല്ലെങ്കിൽ ആൾ മാറിയവളെ പോലെ തീരും. ഹല്ലേലൂയ. 4, നേർനിലത്ത് അല്ലെങ്കിൽ സത്യമുള്ള പാതയിൽ അതേ നടക്കും. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ ഈ നല്ല ആത്മാവിനെ നമുക്കൊന്ന് ആഗ്രഹിക്കാം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായും അതേ നല്ല ആത്മാവിനെ നമ്മുടെ മേൽ പകരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അതേ യഹോവയായ ദൈവം തന്റെ നല്ല ആത്മാവിനെ നമ്മുടെ മേൽ പകരുന്ന നമ്മെ വഴി നടത്തുവാൻ ശക്തനത്രേ. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായി അതേ നമ്മുടെ മേല അതേ നമ്മുടെ ഓരോരുത്തരുടെ മേൽ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ഞാൻ ഉൾപ്പെടെയാ. ഹല്ലേലൂയ. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ ഏതെങ്കിലും എന്നിൽ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ക്രമീകരിക്കപ്പെടാം. അങ്ങനെ ക്രമീകരിക്കപ്പെട്ടാൽ അത് നമ്മെ തന്നെ ഒന്ന് ക്രമീകരിക്കപ്പെട്ടാൽ ദൈവം തന്റെ നല്ല ആത്മാവിനെ നമ്മുടെ മേൽ പകരും. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായി ദൈവം നമ്മുടെ മേൽ നല്ല ആത്മാവിനെ പകർന്നാൽ നിശ്ചയമായി അവിടെ ചിന്തിച്ചു. അതെ നാം മറ്റുള്ളവർ ഉപദേശിക്കും. 2, നാം പ്രവചിക്കും. അതെ പ്രവചിക്കുക മാത്രമല്ല, ആൾ മാറിയവളെ പോലെ ആയിത്തീരും. മാത്രമല്ല പിന്നെയോ നിലത്ത് അല്ലെങ്കിൽ സത്യത്തിന്റെ പാതയിൽ അതേ നിശ്ചയമായും അതേ നീതിയുള്ള പാതയിൽ നാം നടക്കപ്പെടും. ഹല്ലേലൂയ. നാം നടക്കും. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നമുക്ക് നമ്മെ ശോധന ചെയ്യാം. ഹല്ലേലൂയ. ദൈവസേനയില് ക്രമീകരിക്കാം. ഹല്ലേലൂയ. അങ്ങനെ നാം ക്രമീകരിക്കുമ്പോൾ ദൈവം തന്റെ നല്ല ആത്മാവിനെ നമ്മുടെ മേൽ പകരും. ഹല്ലേലൂയ. നിശ്ചയമായി ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുക. അതേ ആ ഭാഗം കൂടി വായിച്ചിട്ട് ഞാൻ എന്റെ കർത്തവ്യം ഉപസ്മരിക്കുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ റമാനഗ ദുരാമന വൈഡമന രഗദുരിഗുവിരി വൗഷ രഗനെ. ഹല്ലേലൂയ. 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 താങ്ക് യു ജീസസ്. അതെ യെശയ്യാവിന്റെ പുസ്തകം 32:15 വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാന വനമായി എണ്ണപ്പെടും. അതേ പ്രിയ ദൈവത്തിലെ ഉയരത്തിൽ ആത്മാവിനെ നമ്മുടെ മേൽ പകരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ വായിച്ചു, അവിടെ പറയുന്നു, അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. മരുഭൂമിയുടെ അവസ്ഥയാണോ? അത് ഉദ്യാനമായി
തീരും. അത് സ്വതന്ത്രം നിശ്ചയമായി ഫ്രൂട്ട്ഫുൾ ഫീൽഡായി മാറും. എന്ന് വെച്ചാൽ ഫലപുഷ്ടമായ ഒരു വയലായി മാറുവാനൊക്കെ ഇടയായി തീരും. അതേ പ്രിയ ദൈവത്തിലെ മാത്രമല്ല, പിന്നെയോ ഉദ്യാനം വനമായി എണ്ണപ്പെടും. അത് നമുക്ക് ആഗ്രഹിക്കാം. അതേമേ അങ്ങയുടെ നല്ല ആത്മാവിനെ എന്റെ മേൽ പകരണമേ. ഹല്ലേലൂയ. അത് നാം ചിന്തിച്ചു. ആ ദൈവത്തിന്റെ പക്കൽ സ്വതന്ത്രം അതേ ആത്മാവുണ്ട്. ആത്മാക്കൾ ഒത്തിരി ഉണ്ട്. അതേ സ്വതന്ത്രം നമുക്ക് വായിച്ചു വരുമ്പോൾ വ്യാജാത്മാക്കൾ, പോഷ്കിന്റെ ആത്മാവ്, അത് ഒന്ന് തുടങ്ങി അതേ അശുദ്ധാത്മാവ് എന്നൊക്കെയുള്ള അതേ ആത്മാക്കളുടെ അതേ ഭേദങ്ങൾ ഒത്തിരി ഉണ്ട്. എന്നാൽ ഞാൻ ചിന്തിച്ചത് നല്ല ആത്മാവിനെ, ദുരാത്മാവിനെ കുറിച്ച് മാത്രമാ. എന്ന് കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ നമുക്ക് ദൈവത്തിനെ നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ദൈവമേ, എന്നിലുള്ള കുറവുകളെ ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് അതേ നല്ല ആത്മാവിനെ എന്മേൽ പകരപ്പെടുവാൻ നോക്കണം. ദൈവമേ, എന്നെ ഇടയാക്കണമേ എന്ന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ വചന ശുശ്രൂഷയെ ക്ഷണിച്ചതായ പ്രിയ സിസ്റ്റർ റോസ്ലിൻ സുരേഷ് ഈറോഡ് അവർക്കും മറ്റാത്മന്മാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് നമുക്ക് ആസൂത്രം അതേ അല്പസമയം പ്രാർത്ഥിച്ച് ഇതിന്ന് കർത്തവ്യം ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഇത്രത്തോളം അങ്ങയുടെ സന്നിധിയിൽ വചനവുമായി നിൽക്കുവാൻ ഇടയാക്കിനായി സ്തോത്രപ്പ. നാളുകളിൽ കർത്താവേ, അങ്ങയുടെ നല്ല ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ കർത്താവേ. ജഡത്തിന്റെ പ്രവൃത്തികളെ കർത്താവേ, ഹല്ലേലൂയ, ദൈവമേ, ഞങ്ങളുടെ മേലുള്ള ജഡത്തിന്റെ പ്രവൃത്തികളെ കണ്ടുണർന്ന ദൈവമേ ക്രമീകരിച്ചുകൊണ്ട് ദൈവമേ നല്ല ആത്മാവിനാൽ ദൈവമേ ഞങ്ങളുടെ മേൽ ദൈവമേ കേട്ട വചനം പോലെ കർത്താവേ, ആ ആത്മാവ് ഞങ്ങളുടെ മേൽ പകരപ്പെടുമ്പോൾ ദൈവമേ മരുഭൂമി ഉദ്യാനമായി തീരും. ഉദ്യാനം വനമായി എണ്ണപ്പെടുന്ന വചനപ്രകാരം കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരുമാറകണം. അങ്ങയുടെ നല്ല ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണപ്പാ. ഈ ഗ്രൂപ്പിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന പ്രിയ കർത്താവേ, ദൈവമേ ദേവദാസിമാരെയും ദൈവമേ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരം സമർപ്പിക്കുകയാണ്. എല്ലാവരും ഒരുപോലെ അനുഗ്രഹിച്ചാട്ടെ. അടിന്റെ മെസ്സേജ് കേൾക്കുവാൻ കടന്നു വന്ന ദൈവമേ അങ്ങയുടെ ദാസിമാരെ എല്ലാവരും അങ്ങടെ സമർപ്പിക്കാൻ നാളുകളിൽ അവിടെ മേൽ കർത്താവെ നല്ല ആത്മാവിനെ പകർന്ന അങ്ങ് വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണപ്പാ. അങ്ങ് തന്നെ കൂടെ വഴി നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, എന്നെ വചന ക്ഷണിച്ചതായ പ്രിയ സിസ്റ്റർ റോസ്ലിൻ സുരേഷ് ഈറോഡ് അവർക്കും മറ്റാത്മന്മാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് എന്റെ കർത്തവ്യം ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ്